ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കുണ്ടല്ലോ ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 ഏത്തപ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കടലപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കടലപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ഇട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പഴമെല്ലാം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കനം കുറച്ചാണ് കേട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കൊരു പാത്രം എടുത്തിട്ടേ, അതായത് നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രമാണ് കേട്ടോ, അതിനകത്തേക്കാണ് ഞാൻ കടലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് കഴിക്കുന്ന പാത്രത്തിലെടുത്താലുണ്ടല്ലോ നീളത്തിൽ ഞാൻ ഇങ്ങനെ ഏത്തപ്പഴം അരിഞ്ഞിരിക്കുന്നത് കൊണ്ടേ നമുക്ക് നല്ല നീളത്തിൽ മുക്കിയെടുക്കാൻ പറ്റും നമുക്കത്. അതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കുന്ന പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 പഴം അല്ലേ എടുത്തിട്ടുള്ളൂ, അതിനകത്തേക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു കുറുകൻ പരുവത്തിൽ നമുക്ക് കൂട്ടിയെടുക്കാം. ഉണ്ടോ, ഇതേപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഈ ഏത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ഈ മാവിലൊക്കെ ഒന്ന് മുക്കി നല്ല പരുവത്തിലാക്കിയിട്ട് വേണം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടി വച്ചിരിക്കുന്ന പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് കൂട്ടി വച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഈ പഴം എടുത്ത് അതിനകത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറുവശം മുരിക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് പഴംപൊരിയുടെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ എണ്ണയെല്ലാം വാർന്ന് പോയതിന് ശേഷമാണ് നമ്മൾ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ അതിൻ്റെ എണ്ണ ബാക്കിയുള്ളതും കൂടെ വലിച്ചെടുത്തോളൂ. പിന്നെ ഞാനിവിടെ ചായ ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഗ്ലാസ്സിലേക്ക്. അങ്ങനെ നല്ല കടുപ്പത്തിലുള്ള ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പഴംപൊരിയും ചായയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചുമ്മാ വെറുതെ ഏത്തപ്പഴമൊക്കെ കളയാതെ ഇങ്ങനെയൊക്കെ അധികം ഒന്നും എണ്ണയൊന്നും ഇടാതെ നമുക്ക് പൊരിച്ചൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.